രൂബീസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കറിവേപ്പ് ഒക്കെ മുരടിച്ച് നിന്നാണ് കേട്ടോ. ഇപ്പോൾ അത് നല്ലപോലെ ഇലയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് ചെയ്തതെന്നാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടത്തോട് പൊടിച്ചത്. മുട്ടത്തോട് നല്ലതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കറിവേപ്പിനും അതുപോലെ തന്നെ അലോവേരയ്ക്കൊക്കെ ഇട്ട് കൊടുത്താൽ അലോവേരയൊക്കെ നന്നായിട്ട് വളരുകയും ചെയ്യും. കരിവേപ്പാണെങ്കിലും നല്ല പച്ചപ്പോടുകൂടി വളരും. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഒരു സ്പൂൺ ഒരാഴ്ചയിൽ ഒരു സ്പൂണൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഇവിടുന്ന് കുറച്ച് ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താൽ കുറച്ചുകൂടെ നല്ലതാണ്. എന്താ വെച്ചാൽ മഞ്ഞൾപ്പൊടി നമ്മുടെ ചെടിക്ക് എന്തെങ്കിലും കേടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു കുറച്ച് മതി. കേടൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ മാറും. തന്നെ ചേർത്താൽ തന്നെ ആയാലും മതി. ഇതും കൂടെ ഒട്ടാൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇതൊക്കെ പലർക്കും അറിയാവുന്നതും ചെയ്യുന്നൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ അത് അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് തുടക്കക്കാരായ കുട്ടികൾക്കൊക്കെ ഇത് അറിയണമെന്നില്ല. അപ്പോൾ ഈ മുട്ടത്തോടെന്ന് പറയുന്നത് കാൽഷ്യമുണ്ട്, പൊട്ടാഷുണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. ഇപ്പോൾ ഈ കാൽഷ്യം നേരിട്ടിങ്ങനെ ചെടികൾക്ക് വലിച്ചെടുക്കണമെങ്കിൽ ഇങ്ങനെ പൊടിച്ചിട്ട് വേണം കൊടുക്കാൻ. പെട്ടെന്ന് വലിച്ചെടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വെറുതെ കൈകൊണ്ട് പൊടിച്ചിട്ടാൽ 5-6 മാസം എടുക്കും അത് ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇത് മണ്ണിൻ്റെ pH ലെവല് ക്രമീകരിക്കാനും ഈ മുട്ടത്തോട് നല്ലതാണ്. ഇപ്പോൾ ഈ അലോവേരയ്ക്ക് ഉണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ചകിരി വെച്ച് കൊടുക്കണം കേട്ടോ. മുഴുവനുള്ള തേങ്ങയുടെ തൊണ്ടില്ലേ അത് വെച്ച് കൊടുക്കുമ്പോൾ ഇതിന് തൈകളുണ്ടാകും. തൈകൾ കൂടുതലുണ്ടായിട്ടുണ്ട്, നന്നായിട്ട് തഴച്ച് വളരും. തന്നെയല്ല ഒരു താങ്ങ് പോലെ പ്രവർത്തിക്കും. ഇത് അലോവേര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിഞ്ഞൊക്കെ പോകുമല്ലോ. അങ്ങനെ ചെരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ തൊണ്ട് വെച്ച് കൊടുത്താൽ അതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ അലോവേരയ്ക്കും ഈ മുട്ടത്തോട് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അലോവേരയ്ക്ക് മാത്രമല്ല കേട്ടോ, CC പ്ലാന്റിന് അതുപോലെ തന്നെ റോസുകളൊക്കെ നന്നായി പൂക്കാൻ ഒക്കെ മിക്കവാറും ചെടികൾക്കൊക്കെ നല്ലതാണ്. നമ്മൾ ഈ വെറുതെ കളയുന്ന ഈ മുട്ടത്തോട് സൂക്ഷിച്ച് വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. വളരെ എളുപ്പമാണ്. നമുക്കൊരു പൈസയും മുടക്കാതെ നമ്മുടെ ചെടികൾക്ക് വളം കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇത്തിരി 1 സ്പൂൺ ഇത് ഇട്ട് കൊടുത്തിട്ട് എൻ്റെ മുകളിൽ ഇത്തിരി മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. അല്ലെങ്കിൽ അതൊന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. എന്ത് വളം നമ്മൾ കൊടുത്താലും അത് ഒത്തിരി ചേർത്ത് ഇടരുത്, അല്പം മാറ്റി വേണം ഇടാനായിട്ട്. അലോവേരയൊക്കെ നല്ലതുപോലെ നല്ല കരുത്തോടെ വളരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരാഴ്ചയിലൊന്നൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ അലോവേര തന്നെ നമുക്ക് വളമായിട്ടൊക്കെ എടുക്കാൻ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ മണ്ണിൻ്റെ ആസിഡിറ്റി കുറയ്ക്കാൻ നമ്മൾ പോട്ട് മിക്സിൻ്റെ കൂടെ ഇത് ചേർക്കുന്നത് നല്ലതാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മുട്ടത്തോട് എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണിത്. അന്ന് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വേണം കേട്ടോ. കഴുകിയിട്ട് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഉണങ്ങിയിട്ട് വേണം ഇതുപോലെ കളക്ട് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നുടച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ മിക്സി നല്ല മൂർച്ച കൂടുകയും ചെയ്യും. മിക്സിഡ് ബ്ലേഡൊക്കെ നല്ല ക്ലീനും ആവും കേട്ടോ. പല ഗുണങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഉടനെ തുറക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ മൂക്കിലേക്കൊക്കെ അതിൻ്റെ സ്മെല്ല് കയറും കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഒരു മാസ്കൊക്കെ വെക്കുക. ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറേ അധികമുണ്ട്. ഞാനത് കുറേ അധികം ഒരുമിച്ച് പൊടിച്ച് വയ്ക്കുകയാണ്. നല്ല തരിതരിപ്പായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇത് അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി. മുട്ടത്തോട് മാത്രമല്ല കേട്ടോ, നമ്മുടെ സവാളയുടെ തൊലിയില്ലേ അതും ഇതുപോലെ നമുക്ക് കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് പൊടിച്ച് നല്ല വളമാക്കാം. പൊടിച്ച് മാത്രമല്ല വെള്ളത്തിലിട്ടൊക്കെ അലിയിച്ചിട്ടൊക്കെ നമുക്ക് വളമായിട്ട് ചെയ്യാൻ പറ്റും. നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് ഉണ്ടോ, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ മുട്ടത്തോടുള്ള പ്രയോഗം നമ്മൾ മുട്ടത്തോട് വെറുതെ വലിച്ചെറിയുന്നതാണ്. അത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ഇത് മുട്ടത്തോടിനകത്ത് ഇങ്ങനെ നമുക്ക് സവാളയുടെ തൊലി ഉണ്ടല്ലോ അതൊക്കെ ചേർക്കാം കേട്ടോ. അതും ചേർത്താൽ നല്ലതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടാണ്. ഒത്തിരി പേർക്കൊക്കെ അറിയാമായിരിക്കും. ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് ഞാൻ ഷെയർ ചെയ്ത്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.